ന്യൂസ് 16 കേരള. ഇസ്രായേലിനെതിരായ പോരാട്ടത്തിൽ രാഷ്ട്രീയ സൈനിക തലങ്ങളിൽ വീണ്ടും വിചാരം വേണ്ട, പോരാട്ടം തുടരണം. ഇറാൻ പരമോന്നത നേതാവ്. ഇസ്രായേലിനെതിരായ പോരാട്ടത്തിൽ രാഷ്ട്രീയ സൈനിക തലങ്ങളിൽ വീണ്ടും വിചാരത്തിനോ വിട്ടുവീഴ്ചക്കോ മുതിരരുതെന്ന മുന്നറിയിപ്പുമായി ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനായി രംഗത്ത്. ഇതിൽ വരുന്ന വീഴ്ചകൾ ദൈവകോപത്തിന്റെ ഗണത്തിൽപ്പെടുത്തണമെന്നാണ് മുന്നറിയിപ്പ്. ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മായിൽ ഹാനിയെ ഇറാൻ സന്ദർശനത്തിനിടെ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇറാനും ഇസ്രയേലും തമ്മിൽ സംഘർഷത്തിന്റെ അന്തരീക്ഷമാണ്. ഇതിനിടയിലാണ് പരമോന്നത നേതാവിന്റെ പ്രസ്താവന. ഹമാസ് നേതാവ് ഇസ്മായിൽ ഹാനിയ വധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന് തിരിച്ചടി നൽകുന്നതിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും സൈന്യവും തമ്മിൽ ഭിന്നതയെന്നും റിപ്പോർട്ട് പുറത്തുവരുന്നതിനിടെയാണ് ആയത്തുള്ള അലി ഖമനായുടെ പ്രസ്താവന. ഹാനിയയുടെ വധത്തിന് പിന്നിൽ ഇസ്രായേലാണെന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. വധത്തിന് പ്രതികാരം ചെയ്യാൻ ഇറാൻ ഒരുങ്ങുന്നതായി US അടക്കമുള്ള രാജ്യങ്ങളുടെ രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇസ്രായേലിന് തിരിച്ചടി നൽകുന്നതിൽ നിന്നുള്ള ഇറാനെ തടയാൻ വിദേശ രാജ്യങ്ങൾ സമ്മതം ചെലുത്തുമ്പോഴാണ് ഖമനായുടെ പ്രസ്താവന. സൈനികമോ രാഷ്ട്രീയമോ സാമ്പത്തികമോ ആയ ഏതാനും പിന്മാറ്റവും കഠിനമായ ദൈവിക ശിക്ഷയെ ക്ഷണിച്ചു വരുത്തുകയാണെന്നും ഖമനായി വ്യക്തമാക്കിയത്. ശക്തമായ സുരക്ഷയ്ക്കിടെ ഇസ്മായിൽ ഹാനിയെ കൊല്ലപ്പെട്ടത് ഇറാനെ പ്രതിരോധത്തിലാക്കിയിരുന്നു. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.